ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു. ഇതിനുശേഷം അശ്വിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അശ്വിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കാണാൻ സാധിക്കില്ല. താരം ഒഫീഷ്യലായിട്ടാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് അശ്വിൻ വിരമിച്ചതിന് ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഗാബ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. തോൽക്കേണ്ട മത്സരമാണ് ഇന്ത്യ സമനിലയിൽ അവസാനിപ്പിച്ചത്. പക്ഷേ അശ്വിൻ ഇന്ന് വിരമിക്കുമെന്ന് ആരും കരുതിയില്ല. ഇന്ന് കളി കഴിഞ്ഞ് അശ്വിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ടെസ്റ്റ് തോൽക്കാതെ ഞങ്ങൾ സമനിലയിൽ പിടിച്ചു. അതുമാത്രമല്ല, ഞാനൊരു വലിയ കാര്യം പറയുകയാണ്. ഞാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ്. ഇനി ഇവിടെ കളിക്കാൻ ഞാനില്ല. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്കിനി ഓർമ്മ മാത്രമാണ്. ഒരുപാട് യുവതാരങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോഴേ വഴിമാറി കൊടുക്കുന്നു. എനിക്കിപ്പോഴും മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് വർഷം ക്രിക്കറ്റിൽ തുടരാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഞാൻ വിരമിക്കുകയാണ്. എൻ്റെ ഈ ക്രിക്കറ്റ് ജീവിതത്തിൽ ഒരുപാട് താരങ്ങൾ എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, അതുപോലെ കോഹ്ലി, മാനേജ്മെൻറ്റ്, അതുപോലെ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, അങ്ങനെ ഒരുപാട് താരങ്ങളുടെ പേരുകൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ക്രിക്കറ്റ് മതിയാക്കുന്നുവെന്ന് അശ്വിൻ വ്യക്തമാക്കി. അങ്ങനെ അടുത്തൊരു ഇതിഹാസം കൂടി പടിയിറങ്ങിയിരിക്കുകയാണ്. അശ്വിൻ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ടെസ്റ്റിൽ നേടിത്തന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയുടെ മികച്ച ബൗളറായിരുന്നു അശ്വിൻ. എന്നാൽ ഇപ്പോൾ അശ്വിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. ആരാധകർ ഒരു ഞെട്ടലോടുകൂടിയാണ് ഈ ന്യൂസ് കേൾക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അശ്വിൻ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു ബലമായിരുന്നു. പക്ഷേ ഇനി അതില്ല. അശ്വിനും വിരമിച്ചിരിക്കുകയാണ്. ഇനി അശ്വിനെ പോലെ മറ്റൊരു താരം ഇന്ത്യക്ക് വേണ്ടി വരേണ്ടിയിരിക്കുന്നു. അശ്വിൻ മികച്ച ഒരു ബൗളർ മാത്രമല്ല, നല്ലൊരു ബാറ്റ്സ്മാൻ കൂടിയാണ്. ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ അശ്വിൻ കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അശ്വിൻ വിരമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.